സുഹൃത്തുക്കളെ, നമ്മുടെ LDC, LGS പരീക്ഷകൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ബയോളജി ഭാഗത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു 50 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഒരുപാട് തവണ ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒരെണ്ണം പോലും നമുക്ക് മിസ്സാക്കാനല്ല. അപ്പോൾ എല്ലാം നമ്മൾ എന്തായാലും ഉറപ്പിച്ച് പഠിക്കേണ്ടതാണ്. അപ്പം നന്നായിട്ടൊന്ന് ഇത് കവർ ചെയ്തിട്ട് പോവുക എല്ലാവരും. അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം: ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞനാണ് എഡ്വേർഡ് ജെന്നർ. എഡ്വേർഡ് ജെന്നറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ. രണ്ടാമത്തെ ചോദ്യം: ത്വക്കിലെ ഏറ്റവും ഉപരിതല പാളി ഏതാണ്? ത്വക്കിലെ ഏറ്റവും ഉപരിതല പാളിയാണ് എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് നമ്മുടെ സ്കിന്നിലുള്ള ഏറ്റവും പുറമെയുള്ള ഏറ്റവും ത്വക്കിൻ്റെ പുറമേട് കാണപ്പെടുന്ന പാളിയാണ് എപ്പിഡെർമിസ്. മൂന്നാമത്തെ ചോദ്യം: സെബേഷ്യസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സ്രവം. സെബേഷ്യസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സ്രവത്തിൻ്റെ പേരാണ് സെബം. നമ്മുടെ സ്കിന്ന് എണ്ണമയമുള്ളതാക്കുന്ന ആ ഒരു മെറ്റീരിയലാണ് സെബം. എപ്പിഡെർമിസിൽ ഏറ്റവും കൂടുതലുള്ള പ്രോട്ടീൻ ഏതാണ്? എപ്പിഡെർമിസിൽ ഏറ്റവും കൂടുതലുള്ള പ്രോട്ടീനാണ് കെരാറ്റിൻ. എപ്പിഡെർമിസിൽ ഏറ്റവും കൂടുതലുള്ള പ്രോട്ടീനാണ് കെരാറ്റിൻ. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ്. ഇതൊക്കെ നമ്മൾ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഭാഗങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും നന്നായിട്ട് കവർ ചെയ്യുക. ആറാമത്തെ ചോദ്യം: മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ചുണ്ടാകുന്ന രാസാഗ്നി ഏതാണ്? മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ചുണ്ടാകുന്ന രാസാഗ്നിയുടെ പേരാണ് ത്രോംബോപ്ലാസ്റ്റിൻ. ഏഴാമത്തെ ചോദ്യം: അസ്ഥിമജ്ജയിൽ വെച്ച് പാകപ്പെടുന്ന ലിംഫോസൈറ്റ് ഏതാണ്? അസ്ഥിമജ്ജയിൽ വെച്ച് പാകപ്പെടുന്ന ലിംഫോസൈറ്റാണ് ബി ലിംഫോസൈറ്റ്. അപ്പോൾ ബി ലിംഫോസൈറ്റ് ആണ് അസ്ഥിമജ്ജയിൽ വെച്ച് പാകപ്പെടുന്ന ലിംഫോസൈറ്റ്. എട്ടാമത്തെ ചോദ്യം: ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? ബാക്ടീരിയനെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുവാണ് ന്യൂട്രോഫിൽ. അപ്പോൾ ന്യൂട്രോഫിലാണ് ബാക്ടീരിയനെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണു. ഒമ്പതാമത്തെ ചോദ്യം: ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവാണ്? ഹോമിയോപ്പതിൻ്റെ ഉപജ്ഞാതാവാണ് ഡോക്ടർ സാമുവൽ ഹാനിമാൻ. പത്താമത്തെ ചോദ്യം: ശരീരത്തിലെത്തുന്ന ആൻറ്റിജനുകൾക്കെതിരെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനാണ് ആൻറ്റിബോഡി. അപ്പോൾ ആൻറ്റിബോഡി എന്ന് വെച്ചാൽ എന്താണ്? ശരീരത്തിലെത്തുന്ന ആൻറ്റിജനുകൾക്കെതിരെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോട്ടീനാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 10 ഒന്നുകൂടി നോക്കാം. എല്ലാവരും ഒന്ന് ഉറപ്പിച്ചിട്ട് പോവുക. ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ എഡ്വേർഡ് ജെന്നറാണ്. ത്വക്കിലെ ഏറ്റവും ഉപരിതല പാളിയാണ് എപ്പിഡെർമിസ്. സെബേഷ്യസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സ്രവമാണ് സെബം. എപ്പിഡെർമിസിൽ ഏറ്റവും കൂടുതലുള്ള പ്രോട്ടീനാണ് കെരാറ്റിൻ. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ്. മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ചുണ്ടാകുന്ന രാസാഗ്നിയാണ് ത്രോംബോപ്ലാസ്റ്റിൻ. ഏഴാമത്തെ ചോദ്യം: അസ്ഥിമജ്ജയിൽ വെച്ച് രൂപപ്പെടുന്ന ലിംഫോസൈറ്റാണ് ബി ലിംഫോസൈറ്റ്. എട്ടാമത്തെ ചോദ്യം: ബാക്ടീരിയനെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുവാണ് ന്യൂട്രോഫിൽ. ഒമ്പതാമത്തെ ചോദ്യം: ഹോമിയോപ്പതിൻ്റെ ഉപജ്ഞാതാവ് സാമുവൽ ഹാനിമാനാണ്. പത്താമത്തെ ചോദ്യം: ശരീരത്തിലെത്തുന്ന ആൻറ്റിജനുകൾക്കെതിരെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോട്ടീനാണ് ആൻറ്റിബോഡി. അപ്പോൾ ഈ 10 തന്നെ നമ്മൾ ഒരുപാട് പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ കാണാം. നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അതിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഇനി 11ാമത്തെ ചോദ്യം: ആധുനിക വൈദ്യശാസ്ത്രത്തിന് അടിത്തറ പാകിയ ഗ്രീക്ക് വൈദ്യശാസ്ത്രജ്ഞൻ ആരാണ്? ഹിപ്പോക്രാറ്റസ് ആണ്. അപ്പോൾ ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്ന ആൾ ഗ്രീക്കുകാരനാണെന്നുള്ളത് കൂടി നമ്മളൊന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന് അടിത്തറ പാകിയ ഗ്രീക്ക് വൈദ്യശാസ്ത്രജ്ഞനാണ് ഹിപ്പോക്രാറ്റസ്. 12ാമത്തെ ചോദ്യം: ത്വക്കിന് എണ്ണമയം ഉള്ളതാക്കുന്ന തൈമസ് ഗ്രന്ഥിയിൽ വെച്ച് പാകപ്പെടുന്ന ലിംഫോസൈറ്റ് ഏതാണ്? ഉത്തരം ടി ലിംഫോസൈറ്റ് ആണ്. അപ്പോൾ ത്വക്ക് എന്ന് പറയുമ്പോൾ ടി എന്നുള്ളതിൽ ആലോചിച്ചാൽ മതി. ത്വക്ക് എന്ന് ഇംഗ്ലീഷിൽ ഇതുമ്പോൾ ടി എന്ന് വരുമല്ലോ. അപ്പോൾ സ്കിന്നിൻ്റെ എണ്ണമയം ഉള്ളതാക്കുന്ന തൈമസ് ഗ്രന്ഥിയിലായതുകൊണ്ടാണ് ടി ലിംഫോസൈറ്റ്. തൈമസ് ഗ്രന്ഥിയിൽ നിന്ന് രൂപപ്പെടുന്നതായതുകൊണ്ടാണ് ആ പേര് വരുന്നത്, ടി ലിംഫോസൈറ്റ്. അപ്പോൾ ത്വക്കിന് എണ്ണമയം ഉള്ളതാക്കുന്ന തൈമസ് ഗ്രന്ഥിയിൽ വെച്ച് പാകപ്പെടുന്ന ലിംഫോസൈറ്റാണ് ടി ലിംഫോസൈറ്റ്. 13ാമത്തെ ചോദ്യം: മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം ഏതാണ്? ഇലക്ട്രോ എൻസഫലോഗ്രാം ആണ്, അഥവാ EEG. എന്താണ് ഇലക്ട്രോ എൻസഫലോഗ്രാം എന്ന് ചോദിച്ചാൽ മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് EEG അഥവാ ഇലക്ട്രോ എൻസഫലോഗ്രാം. 14ാമത്തെ ചോദ്യം: ആൻറ്റിബയോട്ടിക്കുകൾ ആദ്യമായി കണ്ടുപിടിച്ചത് ആരാണ്? ആൻറ്റിബയോട്ടിക്കുകൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് സർ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ആൻറ്റിബയോട്ടിക്കുകൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. 15ാമത്തെ ചോദ്യം: ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഗ്രിഗർ ജൊഹാൻ മെൻഡലാണ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം: എ രക്തഗ്രൂപ്പിലുള്ള ആൻറ്റിജൻ ഏതാണ്? രക്തഗ്രൂപ്പിലെ ആൻറ്റിജൻ എ ആണ്. അപ്പോൾ എ രക്തഗ്രൂപ്പിലെ ആൻറ്റിജൻ എന്ന് പറയുന്നത് എ തന്നെയാണ്.
17ാമത്തെ ചോദ്യം, ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണം ഏതാണ്? ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം അഥവാ ECG. ഇലക്ട്രോ കാർഡിയോഗ്രാം ECG അതാണ് ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണം. 18ാമത്തെ ചോദ്യം, മനുഷ്യരിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 46 എണ്ണമാണ്. ജോഡിയല്ല ചോദിച്ചത്, എണ്ണമാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെ തരും. ചിലപ്പോൾ ജോഡിയിൽ നിന്ന് നമ്മൾ അതിൽ പോയി കുത്തും. അപ്പം 46 എണ്ണം എന്ന് ചോദിച്ചാൽ എണ്ണം തന്നെ എത്തണം. അപ്പം 19ാമത്തെ ചോദ്യം, O രക്തഗ്രൂപ്പിൽ അടങ്ങിയ ആൻറ്റിജൻ ഏതാണ്? ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് O ഗ്രൂപ്പ്, ഓർത്ത് വെക്കണം. 20ാമത്തെ ചോദ്യം, എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന രോഗപ്രതിരോധ ശേഷിയുള്ള പ്രോട്ടീൻ ഏതാണ്? എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന രോഗപ്രതിരോധ ശേഷിയുള്ള പ്രോട്ടീനാണ് കെരാറ്റിൻ. അപ്പം എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന രോഗപ്രതിരോധ ശേഷിയുള്ള പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാൽ കെരാറ്റിൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്, നമ്മളെ സ്കിന്ന്, തൊലി. നമ്മളെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. 22ാമത്തെ ചോദ്യം, വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങൾ അറിയപ്പെടുന്നത് നെഫ്രോണുകൾ എന്നാണ്. അപ്പം വൃക്കയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങൾ അറിയപ്പെടുന്നത് നെഫ്രോണുകൾ എന്നാണ്. അടുത്ത ചോദ്യം, 23ാമത്തെ ചോദ്യം, ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്ത ഡോക്ടർ ആരാണ്? കുറേ വട്ടം വന്ന ക്വസ്റ്റ്യനാണ്. വില്യം ജൊഹാൻ കോഫ്. ഞാനതിങ്ങനെ ആലോചിച്ചത്, നമ്മൾ ഇയാളൊരു കോഫി കുടിച്ചുകൊണ്ടാണ് വൃക്ക ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിലാണ് ഓർത്ത് വെച്ചിരുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും കിട്ടുമോ നോക്കുക. 24ാമത്തെ ചോദ്യം, വൃക്കകൾ തകരാറിലാകുമ്പോൾ കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തി വിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയേൻ്റെ പേരാണ് ഹീമോഡയാലിസിസ്. എന്താണ് ഹീമോഡയാലിസിസ്? എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഈ വൃക്കകൾ തകരാറാകുമ്പം കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തി വിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഹീമോഡയാലിസിസ്. 25ാമത്തെ ചോദ്യം, രക്തം കട്ട പിടിക്കാതിരിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ഹെപ്പാരിൻ. അപ്പോൾ ഒരുപാട് വന്ന ക്വസ്റ്റ്യനാണത്. രക്തം കട്ട പിടിക്കാതിരിക്കാൻ ചേർക്കുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ. 26ാമത്തെ ചോദ്യം, മത്സ്യങ്ങളിലെ പ്രധാന വിസർജ്യ വസ്തു ഏതാണ്? മത്സ്യങ്ങൾ എന്താണ് പ്രധാനമായിട്ടും വിസർജിക്കുന്നത്? അമോണിയ. അപ്പം മത്സ്യങ്ങൾ വിസർജിക്കുന്നത് എന്താണ്? അമോണിയയാണ്. 27ാമത്തെ ചോദ്യം, ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ആരാണ്? ഡോക്ടർ ജോസഫ് E. മുറേ എന്ന് പറഞ്ഞ ഡോക്ടർ, അയാളാണ്. അപ്പോൾ നമ്മൾ അവിടെ മാറിപ്പോയത്. ആദ്യം കൃത്രിമ വൃക്കയാണ് ഈ കോഫ് എന്ന് പറയുന്ന ആൾ ഉണ്ടാക്കിയത്. ഈ ജോസഫ് മുറേ എന്ന് പറഞ്ഞാൽ ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ചെയ്തത്. അപ്പോൾ മുറേ എന്നുള്ള മുറിച്ച് മാറ്റി എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. മുറേ എന്നുള്ളതിൽ നമ്മൾ മുറിച്ച് മാറ്റി വേറെ വെച്ചു എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. അടുത്തത് 28ാമത്തെ ചോദ്യം, ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്ന പേശി ഏതാണ്? ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്ന പേശിയാണ് ഹൃദയപേശി അഥവാ കാർഡിയാക് മസിൽ. നമുക്കൊക്കെ അറിയുന്നതാണ് ഹൃദയപേശി അഥവാ കാർഡിയാക് മസിൽ. 29ാമത്തെ ചോദ്യം, അസ്ഥികൾക്കിടയിലെ സംരക്ഷണ ദ്രവം ഏതാണ്? അസ്ഥികൾക്കിടയിലെ സംരക്ഷണ ദ്രവമാണ് സൈനോവിയൽ ദ്രവം. 30ാമത്തെ ചോദ്യം, മണ്ണിരകളിലെ വിസർജന അവയവം ഏതാണ്? മണ്ണിരകളിലെ വിസർജന അവയവമാണ് നെഫ്രീഡിയ. മണ്ണിരകളിലെ വിസർജന അവയവമാണ് നെഫ്രീഡിയ. 31ാമത്തെ ചോദ്യം, അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള പേശി ഏതാണ്? അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള പേശിയാണ് അസ്ഥിപേശി അഥവാ രേഖാങ്കിത പേശി. പേശിയാണ് സിലിണ്ടർ ആകൃതിയിൽ കാണപ്പെടുന്ന പേശി. 32ാമത്തെ ചോദ്യം, യുഗ്ലിനയുടെ സഞ്ചാരത്തിന് സഹായിക്കുന്ന അവയവം ഏതാണ്? യുഗ്ലിനയുടെ സഞ്ചാരത്തിന് സഹായിക്കുന്ന അവയവമാണ് ഫ്ലജെല്ലം. ഓർത്ത് വെക്കുക, ഫ്ലജെല്ലം. 33ാമത്തെ ചോദ്യം, ഷഡ്പദങ്ങളിലെ വിസർജന അവയവം ഏതാണ്? ഷഡ്പദങ്ങളിലെ വിസർജന അവയവമാണ് മാൽപീജിയൻ നളികകളാണ് ഷഡ്പദങ്ങളിലെ വിസർജന അവയവം. 34ാമത്തെ ചോദ്യം, പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉപോൽപ്പന്നമായ ഓക്സിജൻ സസ്യങ്ങൾ പുറന്തള്ളുന്നത് ഏതിലൂടെയാണ്? ഉത്തരം ആസിരന്ധ്രം. അപ്പോൾ ആസിരന്ധ്രത്തിലൂടെയാണ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉപോൽപ്പന്നമായ ഓക്സിജൻ സസ്യങ്ങൾ പുറത്തുവിടുന്നത്. 35ാമത്തെ ചോദ്യം, അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടായി ഒടിവ് സംഭവിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? അസ്ഥികൾക്ക് ബലക്ഷയം ഉറപ്പില്ലാണ്ടായിട്ട് ഒടിഞ്ഞു പോവുക, ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഓസ്റ്റിയോപോറോസിസ്. 36ാമത്തെ ചോദ്യം, ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ ബന്ധമില്ലാത്ത സസ്യചലനം ഏതാണ്? ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ ബന്ധമില്ലാത്ത സസ്യചലനമാണ് നാസ്റ്റിക ചലനം. ഇവിടെ നോ എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി, ബന്ധമില്ല, നോ അങ്ങനെ ആലോചിച്ചാൽ മതി, നാസ്റ്റിക ചലനം. 37ാമത്തെ ചോദ്യം, ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശ വിഭജന രീതി ഏതാണ്?
ക്രമഭംഗമാണ്. ക്രമഭംഗം ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശവിഭജന രീതിയാണ് ക്രമഭംഗം. 38ാമത്തെ ചോദ്യം, ക്രമഭംഗത്തിൻ്റെ ആദ്യഘട്ടമായ മർമ്മ വിഭജനത്തിൻ്റെ പേരെന്താണ്? കാരിയോകൈനസിസ് ആണ്. ക്രമഭംഗത്തിൻ്റെ ആദ്യഘട്ടമായ മർമ്മ വിഭജനത്തിൻ്റെ പേരാണ് കാരിയോകൈനസിസ്. 39ാമത്തെ ചോദ്യം, ക്രമഭംഗത്തിൻ്റെ കോശദ്രവ്യ വിഭജനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സൈറ്റോകൈനസിസ് എന്നാണ്. അപ്പോൾ ക്രമഭംഗത്തിൽ നമ്മൾ കോശദ്രവ്യ വിഭജനം നടക്കും, അതറിയപ്പെടുന്ന പേര് സൈറ്റോകൈനസിസ് എന്നാണ്. വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും നീളം കൂടാൻ സഹായിക്കുന്ന മെരിസ്റ്റമിക കോശം ഏതാണ്? വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും നീളം കൂടാൻ സഹായിക്കുന്ന മെരിസ്റ്റമിക കോശമാണ് അഗ്രമെരിസ്റ്റം. 41ാമത്തെ ചോദ്യം, ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശവിഭജന രീതി ഏതാണ്? ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശവിഭജന രീതിയാണ് ഊനഭംഗം. ഊനഭംഗമാണ് ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശവിഭജന രീതി. ഊനഭംഗത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പുത്രികാ കോശങ്ങളിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 23 ഊനഭംഗത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പുത്രികാ കോശങ്ങളിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 23. 43ാമത്തെ ചോദ്യം, പ്രകാശ സംശ്ലേഷണത്തിലെ ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരാണ്? മെൽവിൻ കാൽവിനാണ് പ്രകാശ സംശ്ലേഷണത്തിലെ ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. 44ാമത്തെ ചോദ്യം, ജീവകോശത്തിലെ ഊർജ്ജ നാണയങ്ങൾ എന്നറിയപ്പെടുന്ന തന്മാത്ര ഏതാണ്? ATP ആണ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് ജീവകോശത്തിലെ ഊർജ്ജ നാണയങ്ങൾ എന്നറിയപ്പെടുന്ന തന്മാത്ര. 45ാമത്തെ ചോദ്യം, നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് ന്യൂറോണാണ്, അഥവാ നാഡീകോശമാണ്. നാഡീവ്യവസ്ഥേൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് നാഡീകോശം അഥവാ ന്യൂറോണാണ്. 46 തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് രാസസന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ന്യൂറോൺ ഭാഗം ഏതാണ്? അതാണ് ഡെൻഡ്രൈറ്റ്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ന്യൂറോൺ ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. 47ാമത്തെ ചോദ്യം, നാഡീകോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. നാഡീകോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്ന ഭാഗവും ആക്സോൺ തന്നെയാണ്. അപ്പം നമ്മളെ നാഡീകോശ ശരീരത്തിൽ നിന്ന് ഈ ആവേഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പാർട്ട് എന്ന് പറയുന്നതും ആക്സോൺ ആണ്. 48ാമത്തെ ചോദ്യം, ആവേഗങ്ങൾ ഡെൻഡ്രൈറ്റിൽ നിന്ന് കോശ ശരീരത്തിൽ എത്തിക്കുന്ന ഭാഗം ഏതാണ്? ഡെൻഡ്രോൺ. ഈ ആവേഗങ്ങൾ ഡെൻഡ്രൈറ്റിൽ നിന്ന് കോശ ശരീരത്തിൽ എത്തിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രോൺ. മസ്തിഷ്കത്തിലും സുഷുപ്നയിലും മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തിൻ്റെ പേര് വൈറ്റ് മാറ്റർ എന്നാണ്. അപ്പോൾ മൈലിൻ ഷീറ്റിൻ്റെ നിറം വൈറ്റ് ആണ്. അപ്പോൾ ഈ മൈലിൻ ഷീറ്റ് കൂടുതലുള്ള ഭാഗം എന്ന് പറയുമ്പോൾ വൈറ്റ് കളറിലേക്ക്, അതുകൊണ്ട് വൈറ്റ് മാറ്റർ എന്ന് ആലോചിക്കാം. അപ്പോൾ മൈലിൻ ഷീറ്റ് ഈ മസ്തിഷ്കത്തിലും സുഷുപ്നയിലും കൂടുതലായിരിക്കും. ഈ മസ്തിഷ്കത്തിലും സുഷുപ്നയിലും മൈലിൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തിൻ്റെ പേരാണ് വൈറ്റ് മാറ്റർ. അതുപോലെ 50ാമത്തെ ചോദ്യം, മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്നത് ഗ്രേ മാറ്റർ ആണ്. അപ്പോൾ മൈലിൻ ഷീത്ത് ഇല്ല, അപ്പോൾ വെള്ള നിറമല്ല, അപ്പോൾ അത് ഗ്രേ മാറ്റർ എന്നുള്ള രീതിയിൽ ഓർക്കുക. 51ാമത്തെ ചോദ്യം, രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്നത് സിനാപ്സ് എന്നാണ്. രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്നത് സിനാപ്സ് എന്നാണ്. 52ാമത്തെ ചോദ്യം, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലോ സുഷുപ്നയിലോ എത്തിക്കുന്ന നാഡി അറിയപ്പെടുന്നത് സംവേദനാഡി എന്നാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലോ സുഷുപ്നയിലോ എത്തിക്കുന്ന നാഡിയാണ് സംവേദനാഡി. 53ാമത്തെ ചോദ്യം, തലച്ചോറ്, സുഷുപ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന നാഡിയാണ് പ്രേരകനാഡി. അപ്പം തലച്ചോറിലേക്ക് കൊണ്ടുപോകുന്നത് സംവേദനാഡി, തലച്ചോറിനെ തിരിച്ച് കൊണ്ടുവരുന്നത് പ്രേരകനാഡി. 54ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ശിരോനാഡികളുടെ എണ്ണം എത്രയാണ്? 12 ജോഡി, അതായത് 24 എണ്ണം. എണ്ണം ചോദിച്ചാൽ 24, ജോഡിയാണെങ്കിൽ തന്നത് നോക്കിയിട്ട് 12 ജോഡി. 55ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ സുഷുപ്ന നാഡികളുടെ എണ്ണം എത്രയാണ്? 21 ജോഡിയാണ്. മനുഷ്യ ശരീരത്തിലെ സുഷുപ്ന നാഡികളുടെ എണ്ണം 21 ജോഡിയാണ്. 56ാമത്തെ ചോദ്യം, മസ്തിഷ്കം, സുഷുപ്ന എന്നീ 2 ഭാഗങ്ങൾ ഉൾപ്പെടുന്ന നാഡീവ്യവസ്ഥ അറിയപ്പെടുന്നത് കേന്ദ്ര നാഡീവ്യവസ്ഥ എന്നാണ്. മസ്തിഷ്കം, സുഷുപ്ന എന്നീ 2 ഭാഗങ്ങൾ ഉൾപ്പെടുന്ന നാഡീവ്യവസ്ഥ അറിയപ്പെടുന്നത് കേന്ദ്ര നാഡീവ്യവസ്ഥ എന്നാണ്. 57ാമത്തെ ചോദ്യം, മസ്തിഷ്കത്തെ പൊതിഞ്ഞ 3 പാളികൾ ഉള്ള ആവരണം അറിയപ്പെടുന്നത് മെനിഞ്ചസ് ആണ്. അപ്പോൾ ഈ 3 നില ഓർത്ത് വെക്കണേ, കാരണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് 3 ആണോ 2 ആണോ എന്നുള്ളത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തരുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷനാവും. മസ്തിഷ്കത്തെ പൊതിഞ്ഞ 3 പാളികളുള്ള ആവരണം അറിയപ്പെടുന്നത് മെനിഞ്ചസ് എന്നാണ്. 58ാമത്തെ ചോദ്യം,
മസ്തിഷ്ക അറയിലെ ദ്രവം അറിയപ്പെടുന്നത് സെറിബ്രോസ്പൈനൽ ദ്രവം എന്നാണ്. അപ്പോൾ മസ്തിഷ്ക അറയിലെ ദ്രവം അറിയപ്പെടുന്നത് സെറിബ്രോസ്പൈനൽ ദ്രവം എന്നാണ്. 59ാമത്തെ ചോദ്യം, ഇച്ഛാനുസരണം അല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണമാണ് റിഫ്ലക്സ് പ്രവർത്തനം. നമ്മൾ കൈ പൊള്ളി പെട്ടെന്ന് വലിക്കുന്നു, അത് നമ്മൾ ഇച്ഛയ്ക്കനുസരിച്ചല്ലോ. ഇച്ഛാനുസരണം അല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ചിട്ട് ആകസ്മികമായി നടക്കുന്ന പ്രതികരണമാണ് റിഫ്ലക്സ് പ്രവർത്തനം. 60ാമത്തെ ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ തൂക്കം ഏത് മൂലകത്തിനാണ്? ഓക്സിജനാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ തൂക്കമുള്ള മൂലകം എന്ന് പറയുന്നത് ഓക്സിജനാണ്. അപ്പോൾ നമ്മളിവിടെ 60 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വന്നതാണ്. നമ്മൾ ഏത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിയാലും ഇതിൽ രണ്ടെണ്ണമെങ്കിലും നമ്മൾ കാണും. അപ്പോൾ നമ്മൾ പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരമാവധി കവർ ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.